ഹായ്, നമ്മുടെ സ്വാമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ദേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു സംഭവം ഓർഡർ ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാവർക്കും താല്പര്യമുള്ള ഒരു വിഷയമാണിത്. കാരണം വീട് അലങ്കരിക്കുക, വീട്ടിൽ ഇൻഡോർ ആയിട്ടാണെങ്കിലും ഔട്ട്ഡോർ ആയിട്ടാണെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ 5 പോട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഇനി അതിൻ്റെ ക്വാളിറ്റി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 5 എണ്ണത്തിന് 200 രൂപയാണ് കേട്ടോ. ഞാൻ ഒത്തിരി വലിയ പോട്ടല്ല സെലക്ട് ചെയ്തത്, എനിക്ക് ചെറിയ പോട്ടാണ് ആവശ്യം. അതുകൊണ്ടാണ് ഈ ഒരു മോഡൽ തന്നെ ഞാൻ ചൂസ് ചെയ്തത്. നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു ചെറിയ ഡിസൈനൊക്കെ ഉള്ള പോലെ, ലൈൻ പോലെയൊക്കെ ഉള്ളത്. നിങ്ങൾ ഒത്തിരി പോട്ടുകൾ കണ്ടിട്ടുണ്ടാവും. എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു മോഡലാണ്. ഇത് ഇൻഡോറിൽ വെക്കാനും പറ്റിയത് തന്നെയാണ് കേട്ടോ. കാരണം ഈ തട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം പുറത്തു പോവില്ല. പിന്നെ ഇനി ഔട്ട്ഡോറിൽ വെക്കണമെങ്കിൽ വെക്കാം. ഹോൾ ഇടാനുള്ള സ്പോട്ടും അവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഹോളിട്ട് കൊടുത്താൽ മതി. പപ്പട കമ്പിയോ അല്ലെങ്കിൽ സ്ക്രൂ ഡ്രൈവറോ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് കുത്തി കൊടുത്താൽ മതി. അതിന് പറ്റിയൊരു 4 സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒത്തിരി പ്ലാന്റ്സുകളുണ്ട് അല്ലേ, ഇൻഡോറിൽ വെക്കാൻ പറ്റിയതും ഔട്ട്ഡോറിൽ വെക്കാൻ പറ്റിയതൊക്കെ. ഇൻഡോറിൽ ചെറിയ ചെറിയ പ്ലാന്റ്സ് വരുന്നുണ്ട് വെക്കാനായിട്ട്. ചെറിയ പ്ലാന്റ്സ് എന്ന് ഉദ്ദേശിച്ചാൽ അത്ര ചെറിയ പ്ലാന്റ്സ് അല്ല, നമുക്ക് അത്യാവശ്യം റോസൊക്കെ വെക്കാൻ പറ്റിയ പോട്ട് തന്നെയാണ്. അത്ര ഒത്തിരി ചെറിയ പോട്ടുകളൊന്നുമല്ല ഇത്. നിങ്ങൾ ഫ്ലിപ്കാർട്ടിൽ കണ്ടിട്ടുണ്ടാവും ഇതുപോലത്തെ ഒത്തിരി പോട്ടുകൾ. അപ്പോൾ ഇതുപോലത്തെ വാങ്ങിച്ചിട്ടുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. നല്ല ക്വാളിറ്റി പോട്ടുകളാണ് കേട്ടോ. ഇത് ഒടിച്ചാൽ ഒടിയുന്ന പ്ലാസ്റ്റിക് അല്ല, വളയുന്ന ഒരു ടൈപ്പാണ്. എത്ര വളച്ചാലും വളഞ്ഞുകൊണ്ടേ ഇരിക്കും. അപ്പം അങ്ങനത്തെ പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അങ്ങനത്തെ മെറ്റീരിയൽ ഒരിക്കലും പൊട്ടത്തില്ല. നല്ല മെറ്റീരിയലാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്താലോ. ഇതിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ ഞാൻ സ്റ്റെപ്പിൻ്റെ മുകളിൽ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്ക് ഇനി അടുത്തതായിട്ട് മണ്ണ് കളക്ട് ചെയ്തിട്ട് അതിൽ ഇടണം. അപ്പോൾ നമ്മൾ മണ്ണ് കളക്ട് ചെയ്യാൻ പോവാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ ചുവന്ന മണ്ണാണ്. അതിൽ നിറയെ, അതായത് ചരൽ മണ്ണ്, നിറയെ കട്ടയും കല്ലുകളൊക്കെ ഒത്തിരി ഉണ്ട്. കുറേയൊക്കെ ഇങ്ങനെ മാന്തി കളഞ്ഞു കേട്ടോ. മുകളിൽ നിന്ന് വരുന്നതൊക്കെ വാരി എടുത്ത് കളഞ്ഞിട്ട് നമ്മൾ അതിൽ ഫില്ല് ചെയ്യാണ്. കണ്ടോ, ഇതുപോലെയുള്ള ചരലുകൾ ഒത്തിരി ഉണ്ട്. ഞാൻ കൈക്കോട്ട് കൊണ്ട് എടുക്കുമ്പോൾ തന്നെ കുറേ കളഞ്ഞിട്ടാണ് എടുക്കുന്നത്. പിന്നെ ഇവിടുത്തെ മണ്ണെന്ന് പറഞ്ഞാൽ എപ്പോഴും ഇളക്കി ഇട്ടുകൊണ്ടേയിരിക്കണം, ഉറച്ചു പോവും. അപ്പോൾ പോട്ടിലാവുമ്പോൾ അത്ര നമുക്ക് ബുദ്ധിമുട്ട് വരില്ല. പക്ഷെ നിലത്ത് ഭയങ്കര ഉറച്ച് കിടക്കുകയാണ് മണ്ണ്. അപ്പോൾ പോട്ടിൽ നമ്മൾ ചരലൊക്കെ പറക്കി കളഞ്ഞിട്ട് സ്മൂത്തായിട്ടുള്ള കുറച്ച് മണ്ണ് മാത്രമാണ് ഇടുന്നത്. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആ മണ്ണൊക്കെ ഒന്ന് സെറ്റായതിന് ശേഷം നമുക്ക് പ്ലാന്റ് വയ്ക്കാം. അപ്പോൾ പ്ലാന്റ് ഞാൻ മണി പ്ലാന്റാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഞാനത് മുറ്റത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അത് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കട്ട് ചെയ്തിട്ട് ഓരോ പീസ് വെച്ച് കൊടുക്കണം. പിന്നെ മണി പ്ലാന്റ് ഒക്കെ പെട്ടെന്ന് വളർന്നോളും. കാരണം ഒരു പീസ് വെച്ചാൽ മതി. അത് വെള്ളത്തിലാണെങ്കിലും മണ്ണിലാണെങ്കിലും പെട്ടെന്ന് വളരുന്നതായിട്ടാണ്. അപ്പോൾ ഈ മണ്ണൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. ഒരുപാട് വെള്ളം നിൽക്കണ പോലെ വെക്കണ്ട, മണ്ണ് നനച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഞാൻ ഒന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഒരു സ്പ്രേ ബോട്ടിൽ എടുത്തിട്ട് നമുക്ക് വാട്ടറിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഡെയിലി. അല്ലെങ്കിൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മൾ ഒരുപാട് വെള്ളം അതിൽ ഒഴിച്ചു കൊടുക്കണമെന്നില്ല. കാരണം മണി പ്ലാന്റിന് ഇച്ചിരി വെള്ളം മതിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടോ? ഈ ലുക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഞാനിത് മുകളിലേക്ക് പടർത്തിയിട്ട് താഴേക്ക് ഇടാനുള്ള, വള്ളിയായിട്ട് ഇടാനുള്ള ഒരു പ്ലാനിലാണ്. നടക്കുമെന്ന് അറിയില്ല, അത് നമുക്ക് വഴിയെ കാണാം. പ്ലാൻസ് ഒക്കെ ഇതുപോലെ ഒത്തിരി അകത്ത് വെക്കാൻ ആഗ്രഹമുണ്ട്. ഒക്കെ പതിയെ സെറ്റാക്കാം അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.